ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നതായ വളരെ പ്രായോഗിക പ്രസക്തമായ ഒരു ദൂതാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ഉദ്ധരിക്കുകയും അതോട് ചേർന്നുള്ളതായ പ്രായോഗികമായ പാഠങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിനി ഈ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാമത്തെ കൽപ്പനയാണ് കർത്താവ് ഉദ്ധരിക്കുന്നതായിട്ട് നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. കൊല ചെയ്യരുത് എന്ന ന്യായപ്രമാണത്തിൽ കൽപ്പന നൽകിയിട്ടുണ്ട്. കൊല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കൽപ്പന നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ആ കൽപ്പന പറഞ്ഞ ശേഷം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനായിട്ടിടയായിട്ട് തീർന്നത്. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഒരു ഇല്ലസ്ട്രേഷൻ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ കൊലപാതകത്തിൻ്റെ ചരിത്രം നമ്മൾ വിശകലനം ചെയ്യുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, ആ കൊലപാതകമെന്ന വലിയ ദുരന്തത്തിന് മുമ്പ് കയീൻ കോപത്താൽ വല്ലാതെ നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓർത്തൊരു കാര്യം, കോപം അത് വളരെ ഭയങ്കരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അത് തക്ക സമയത്ത് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കാതെ വന്നാൽ അത് വലിയ ദുരന്തത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം ആദ്യത്തെ കൊലപാതകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്, അവനങ്ങനെ കോപിച്ച് മുഖം വാടി ഒക്കെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് വേറിട്ട് കരുണ കാണിച്ച് അവന് തത്സമയത്തുള്ളൊരു സന്ദേശം നൽകിയിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയായിരുന്നു. ദൈവം കയ്യിനോട് പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആദ്യം പാപത്തിൻ്റെ ഗൗരവം പറഞ്ഞു. പാപം എവിടെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്? പാപം വാതിൽക്കൽ കിടക്കുന്നു. ആ വലിയ മുന്നറിയിപ്പ് ദൈവം കയ്യിന് നൽകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പിൻ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ ഇടയായിട്ട് തീരുമ്പോൾ നമുക്ക് കയ്യിൽ ലഭിച്ചതിനേക്കാൾ എത്രയോ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പിൻ സന്ദേശങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കോപമെല്ലാം വന്നുപോയാൽ നമ്മൾ ആ വഴിക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെയോ ദൈവവചനം നമുക്ക് നൽകുന്നതായ സന്ദേശം ഉൾക്കൊണ്ട് നമുക്കതിനെ ജയിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ചിന്താവിഷയം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് സാധിച്ചാൽ ഈ വലിയ കൽപ്പന നൽകിയിരിക്കുന്നതിൽ വളരെ ജയാളികളായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതായ സത്യമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ആ സന്ദേശം ദൈവം കൊടുക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചുകൊണ്ട് വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് സാധിക്കുമെങ്കിൽ ഒരു ഗ്രഹപാഠം എഴുതിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും ഗ്രഹപാഠം വായിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ട്
ഞാനത് വായിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ആരെങ്കിലും ഭംഗിയായിട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നാൽ ഞാനത് വായിക്കാം, പ്രയോജനപ്പെടുത്താം. അത് വേണമെങ്കിൽ പൊതുവെ പിന്നീട് ഓർപ്പിക്കുകയും ചെയ്യാം. അപ്പം അത് പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാകാനായിട്ട് നിങ്ങൾ വേറൊരു വാക്യം ഉപയോഗപ്പെടുത്തിയാൽ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഏത് വാക്യമായിരുന്നു അത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് നമുക്കതിൻ്റെ സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൂലഭാഷയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയാണത് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചേക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചോ എന്നിന് ഓർക്കുന്നില്ല. പാപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹവ്വയോട് ദൈവം പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിച്ചോളൂ. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. സ്ത്രീയുടെ വർദ്ധിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയുടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അപ്പോൾ അവിടെ ഈ വാക്യത്തിലെ പ്രയോഗത്തോട് വളരെ ബന്ധപ്പെട്ടൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ബാക്കി വാക്കുകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവയോട് പറയുകയാണ്, നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോട് ആകും. ഞാൻ ഈ ബൈബിൾ വായിച്ച് തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഈ വാചകം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഇത് നല്ലതല്ലേ? കാരണം ഒരു ഭാര്യയുടെ ആഗ്രഹം അവളുടെ ഭർത്താവിനോടാകുമെന്ന് പറയുന്നത് നല്ലതല്ലേ? അത് ആരോഗ്യപരമായി സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? അതല്ലേ നല്ല കുടുംബജീവിതത്തിൻ്റെ ലക്ഷണം എന്നൊക്കെ ചിന്തിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു വേദിയിൽ കേട്ട വിശദീകരണത്തിൽ ഒരു ദൈവദാസൻ അവിടെ ഓർപ്പിക്കാനായിട്ടിടയായിട്ട് തീർന്നത്, നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാര്യമാർക്ക് സ്വാഭാവികമായിട്ടൊരാഗ്രഹം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവർ ചിന്തിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും അവരുടെ ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഭാര്യമാരുടെ ആഗ്രഹം എന്നാണ് അദ്ദേഹം വിശദീകരിക്കാനിടയായിട്ട് തീർന്നത്. ഭാര്യമാർക്കാർക്കും അതിന് തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ ഭാര്യമാരുടെയും ആഗ്രഹം അങ്ങനെയാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഭർത്താവ് പോവുകയാണെങ്കിൽ അത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായി ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പ്രയോഗത്തിൽ എന്താ ദൈവം അങ്ങനെ പറയാനുള്ള കാരണം? നമുക്കറിയാം, ആദ്യം പാപം ചെയ്തത് പഴം പറിച്ചതെന്നാരാണ്? ഹവ്വയാണ് പറിച്ചു തന്നത്. പിന്നെ നമ്മളവിടെ വായിക്കുന്നുണ്ട്, അവൾ പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അപ്പോൾ ഭർത്താവിനും കൊടുത്തപ്പോൾ ആദാമെങ്കിൽ ഇത് കഴിക്കാനുള്ള മടിയും കാണിച്ചോ എന്ന് അറിയാൻ പാടില്ല. കാരണം മടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഹവ്വയെ ഈ പഴം പറിച്ച് തിന്നതിന് ശേഷം കാണുമ്പോൾ ആദാമ് ആകെ അമ്പരന്ന് പോയി കാണും. കാരണം ഈ പഴം പറിച്ചു തിന്നതിൻ്റെ എല്ലാ ദോഷവും നേരിട്ട് ആദാം കാണുകയാണ്. അപ്പോൾ പിന്നെ ഇത് തിന്നാനൊരു മടി കാണിച്ചോ എന്നെനിക്കറിയാൻ പാടില്ല. ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്, അവന് കൊടുത്തു, അവനും തിന്നു. അപ്പോൾ ആദാം അത് തിന്നുന്നില്ല എന്ന് വിചാരിക്കുക. ഒരു സാങ്കല്പികമാണ് കേട്ടോ. ആദാം അങ്ങനെ തിന്നുന്നില്ല എന്ന് വിചാരിക്കുക. ആദാം തിന്നുന്നില്ലെങ്കിൽ പിന്നെ അന്ന് അവർ തമ്മിൽ പിരിയുകയാണ്. കാരണം പാപം ചെയ്ത ഹവ്വയും പാപം ചെയ്യാത്ത ആദാമും കൂടെ പിന്നെ ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആദാം അത് തിന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാരണം കെ.വി. സൈമൺ സാർ വേദവികാരത്തിൽ വിശദീകരിക്കുന്നത്, ഇവിടെ ഏതായാലും പിരിയാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് അവൻ തിന്ന് അവളെ പോലെയാകാം എന്ന്
തീരുമാനിക്കുകയായിരുന്നു. ഇതിലൊക്കെ കുറച്ച് സങ്കല്പങ്ങൾ കാണുമായിരിക്കാം. എന്നാലൊരു വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്, അവളുടെ ആഗ്രഹം പോലെ അവനും ആ പഴം തിന്നു സമാനമായ നിലയിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രയോഗത്തിലൊരു മനോഹരമായ പാഠമുണ്ട്. നന്നായി കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരിൽ ഒത്തിരി നിയന്ത്രണങ്ങൾ ചെലുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് നല്ല കുടുംബജീവിതത്തിന് ആവശ്യമായിരിക്കും. ഞാനീ പറയുന്ന കാര്യത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ വ്യക്തിപരമായിട്ടൊക്കെ വേണമെങ്കിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല കുടുംബജീവിതത്തിൽ ഭർത്താക്കന്മാർ തങ്ങളുടെ ആഗ്രഹപ്രകാരം പോകണം എന്നുള്ളതായ ആഗ്രഹം വിട്ട് ഒഴിയാനായിട്ട് സാധിക്കണം. ആഗ്രഹം ശക്തമായിട്ട് വെച്ചാൽ ചിലപ്പോൾ ഏത് മല്ലനായ ഭർത്താവും വഴങ്ങിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. ബൈബിൾ ചരിത്രം അത് എത്രയോ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഉദാഹരണം പറയാമോ? ഇസബേൽ ആഹാബ് ബന്ധത്തിൽ അത് കാണാം. കുറച്ചുകൂടെ നല്ല മനുഷ്യൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് വിചാരിക്കുക. ഈ ശലോമോൻ എന്നാ നല്ല മനുഷ്യനായിരുന്നു അല്ലേ, എന്തോ ഒരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. പക്ഷേ വാർദ്ധക്യത്തിൽ വന്നപ്പോൾ തൻ്റെ ഭാര്യമാരുടെ ആഗ്രഹപ്രകാരം ഇത്രയും ജ്ഞാനിയായ മനുഷ്യൻ വിഗ്രഹാരാധിയായിട്ട് തീർന്നു എന്നുള്ളത് എത്രയോ ഗൗരവതരമായൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സൂക്ഷ്മത വിട്ടുള്ളതായ ആഗ്രഹങ്ങളും നിർബന്ധങ്ങളും ഒരുപക്ഷെ ഒരു ഭാര്യ വെച്ച് പുലർത്തിയാൽ ശലോമോൻ ആ വഴിക്ക് സ്വാധീനിക്കപ്പെട്ടു പോയെങ്കിൽ ആരാ സ്വാധീനിക്കപ്പെട്ടു പോകാതിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരും, ഇത് വളരെ ശക്തമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നതായ ഒരു മുന്നറിയിപ്പിൻ പാഠമാണ്. അതുകൊണ്ട് ഹവ്യോടത് പറയുമ്പോൾ തന്നെ ഇതിലൊത്തിരി മുമ്പോട്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നൊരു സന്ദേശം അതിനകത്തുണ്ട്. അടുത്ത വാചകം എന്താണ്? അവൻ നിന്നെ ഭരിക്കും. ദൈവത്തിൻ്റെ ക്രമീകരണം അതാണ് എന്ന് പറഞ്ഞാൽ അത് പാപം ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടായൊരു കാര്യമല്ല. ആദാമിന് തക്കതായൊരു തുണയായിട്ടാണല്ലോ ദൈവം ഹവ്വയെ നൽകുവാൻ ഇടയായിട്ട് തീർന്നത്. സഭാമൂപ്പന്മാരുടെ യോഗ്യത പറയുമ്പോൾ 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിലും തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലും അവിടെ കുടുംബപരമായ യോഗ്യത വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വളരെ വിശദമായിട്ട് പറയുമ്പോൾ ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാര്യയെ മാത്രം ഭരിക്കുന്ന കാര്യമല്ല കേട്ടോ. പിന്നെ മക്കളെയും ഒക്കെ ഭരിക്കുക എന്നുള്ളത്, കുടുംബത്തെ ഭരിക്കുക എന്നുള്ളത് ദൈവം ഭർത്താവിന് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം ദൈവം കൊടുത്തതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇത് ഭാര്യയും ഭർത്താവും ശരിക്കും മനസ്സിലാക്കി തങ്ങളുടെ അഭിപ്രായമൊക്കെ സ്നേഹത്തോടുകൂടി പറയാം. പക്ഷേ ആ അഭിപ്രായപ്രകാരം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല. കാരണം ഈ വാചകം അതിൻ്റെ വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായ വാചകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, ഈ വാചകം അതിൽ തന്നെ വളരെ മനോഹരമായ ഒരു പ്രായോഗിക പാഠം നമുക്ക് തരുന്നുണ്ട്. ആ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ കാര്യം, ഇവിടെ ആ കവിനോട് പറയുകയാണ്, ഈ പാപത്തിൻ്റെ ആഗ്രഹം നിന്നോടാണ് എന്ന് പറഞ്ഞാൽ നിന്നെ തൻ്റെ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നതാണ് പാപത്തിൻ്റെ ആഗ്രഹം. പാപത്തിൻ്റെ ആഗ്രഹം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പുറകിലൊരാളുണ്ട്, ആ ആളുടെ ആഗ്രഹം അതാണ്. ആളാരാണെന്ന് പറയണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് പറഞ്ഞ് പോയതാണല്ലോ. പിശാചാണ് പാപത്തിൻ്റെ ഉപജ്ഞാതാവ്. അതുകൊണ്ട്
നമ്മെ ഈ വഴിയിൽ അടിമപ്പെടുത്തത്തക്കവണ്ണം പാപവും വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇത് വളരെ സൂക്ഷ്മതയോടെ നമുക്ക് കരുതാൻ സാധിക്കട്ടെ. നമ്മെ പാപത്തിൽ വീഴിക്കാൻ മാത്രമല്ല, പാപത്തിൽ അടിമപ്പെടുത്തത്തക്കവണ്ണം ശത്രുവായ പിശാച് തന്ത്രപൂർവം ശ്രമിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വളരെ സൂക്ഷ്മതയോടെ മുൻപോട്ട് പോകാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് അതിനുള്ളതായ കൃപ നൽകട്ടെ. പാപം നമ്മെ നിയന്ത്രിക്കുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. അടുത്ത വാക്യം കൊണ്ട് വരുമ്പോൾ ഈ പ്രബോധനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും. കയീനോട് പറഞ്ഞു, നീയോ അതിനെ കീഴടക്കണം എന്ന് പറഞ്ഞാൽ, കയീന് ഈ കോപത്തെ കീഴടക്കി ജയാളിയായിട്ട് ജീവിക്കുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, നമുക്ക് പാപത്തിൻ്റെ മേൽ വിജയം വരിച്ച് ജയാളികളായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കയ്യിൽ ഇത്രയും സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നെനിക്കറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് പാപത്തിൻ്റെ മേൽ വിജയം വരിച്ച് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ പ്രബോധനം ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ട്. അതുമാത്രമല്ല, പാപത്തിൻ്റെ ഗൗരവം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതിന്മേൽ എങ്ങനെ വിജയം വരിക്കാം എന്നുള്ളതായ കാര്യം നമുക്ക് വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കയ്യിനില്ലാതിരുന്ന വലിയൊരു പ്രിവിലേജ് നമുക്ക് ഉണ്ട്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റ് മരിച്ച നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാതവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് അവിടെ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സൂചന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും മനസ്സിലാ വാക്യം ഓർമ്മ വരുന്നുണ്ടോ? അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പാപത്തിൻ്റെ മേൽ വിജയം വരിച്ച് പൂർണ്ണജയം പ്രാപിച്ച് ജയാളികളായിട്ട് ജീവിക്കത്തക്കവണ്ണം തൽസമയത്തുള്ള സഹായം നമുക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് ഒരുക്കമാണ്. നമ്മുടെ കർത്താവ് നമ്മെ തൽസമയത്ത് സഹായിക്കുന്നവനാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? എബ്രായർ 4:16 വായിക്കുന്ന പോലെ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ കോപം ഒരു പക്ഷേ തെറ്റായ നിലയിൽ നമ്മെ നയിക്കുമ്പോൾ, ആ കോപത്താൽ നിയന്ത്രിക്കപ്പെട്ട് ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ, ചില വേണ്ടാത്ത വാക്കുകൾ പറയാനുള്ള പ്രേരണ ചിലപ്പോൾ തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപാസനത്തിങ്കിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കണം. ചിലപ്പോൾ പോയി പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല, മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടി എന്ന് വരികയില്ല. പക്ഷേ തത്സമയത്ത് സഹായത്തിലുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാനായിട്ട് എല്ലാ സന്ദർഭത്തിലും സാധിക്കും. അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യാതെ
തത്സമയത്ത് സഹായത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളുടെ ചരിത്രം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ വന്ന ആൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെന്ന് അറിയട്ടെ. നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും പേര് വന്നു? ദാനിയേലിൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ വഴിയിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഞാനീ പറഞ്ഞ കാര്യം അതുപോലെ നിവർത്തിക്കപ്പെട്ടൊരു ഭക്തനുണ്ട്, നെഹമ്യാവ്. അദ്ദേഹം രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ നിൽക്കുകയാണ്. വളരെ കൃത്യമായി ഉത്തരം പറയേണ്ട ഒരു ചോദ്യം ഇപ്പോൾ വന്നിരിക്കും. എന്താ നിൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാനിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഉത്തരം പറയാമെന്ന് പറയാൻ സമയമില്ല. അപ്പം അതുകൊണ്ട് നെഹമ്യാവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഉത്തരം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കോപം നമ്മെ വല്ലാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നമുക്കാണ് ഏറ്റവും ആദ്യം മനസ്സിലാകുക. നമുക്കാണ് ഏറ്റവും ആദ്യം മനസ്സിലാകുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ കോപത്തോട് ബന്ധപ്പെട്ട ചില പ്രകടനങ്ങളുമൊക്കെ വരുമ്പോഴേ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. കൂറ്റാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ വേറെ ആളുകൾക്ക് മനസ്സിലാകും. പക്ഷേ കോപം നമ്മെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോൾ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാനും നമ്മെ തന്നെ വിനയപ്പെടുത്താനും, കർത്താവേ എനിക്കിവിടെ ജയിക്കാൻ ആവശ്യമായ കൃപ വേണം എന്ന് പറഞ്ഞ് കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ ഇടയായിട്ട് തീർന്നാൽ തത്സമയത്ത് കർത്താവ് നമുക്ക് കൃപ നൽകി നമ്മെ ജയാളികളായിട്ട് നിർത്തുവാൻ ഇടയായിട്ട് തീരും. നമ്മൾ ഈ പാഠം പഠിക്കുന്നതുകൊണ്ട് സാധിക്കേണ്ടതായ കാര്യം അതാണ്. കോപം ചിലപ്പോൾ വരാം, പക്ഷേ ആ കോപത്തിൽ തുടരാൻ ഇടയായിട്ട് തീരാതെ അതിന്മേൽ വിജയം വരിച്ച് നമുക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കണം. നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വളരെ മനോഹരമായ ഈ സന്ദേശം ഉൾക്കൊണ്ട് നമുക്ക് കോപത്തിന്മേൽ വിജയം വരിച്ച് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം ഇവിടെ ഒന്ന് ഓർത്തു പോകാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും, അടുത്ത വാക്ക്, പൂർണ്ണജയം പ്രാപിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നൽകിയ ഈ പ്രബോധനം എത്രയോ പ്രായോഗിക പ്രസക്തമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ഭവനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ, കർത്താവെ എനിക്കിത് പ്രായോഗികമാക്കി ജീവിക്കണം എന്നുള്ളതായ ആഴമേറിയ ആഗ്രഹത്തോടു കൂടി താഴ്മയോടുകൂടിയുള്ള ആശ്രയത്തിൽ ജയാളികളായി ജീവിക്കുവാൻ സാധിക്കട്ടെ. അല്ലാണ്ട് കോപമൊക്കെ വരുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഭയങ്കര കോപമുള്ള ആളുകളാണ്, എൻ്റെ അപ്പനും അങ്ങനെയായിരുന്നു, അപ്പൻ്റെ അപ്പനും അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ന്യായീകരിക്കുന്നവർക്ക് ഒരിക്കലും ജയാളികളായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. അപ്പനങ്ങനെ കോപം ഉണ്ടായിരുന്നു വരെ നമുക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല. നാം വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. നമ്മുടെ അപ്പൻ്റെ പ്രകൃതം ഇതിനെയെല്ലാം അതിജീവിച്ച് ജീവിക്കുന്നതായ പ്രകൃതമാണ്. നമ്മുടെ കർത്താവ് ജയാളിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജയാളിയായ നമ്മുടെ കർത്താവിനോട് ചേർന്ന് തത്സമയത്തുള്ള സഹായം അനുഭവിച്ച് ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് കയ്യിനോട് പറഞ്ഞ ഈ 3 വാക്കുകൾ നമ്മൾ ഉൾക്കൊണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഇടയായിട്ട് തീർന്നാൽ സാഹോദര്യ ബന്ധം വിജയകരമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഇനി കർത്താവ് പറഞ്ഞ ആ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഈ കയ്യിൻ്റെ വഴിയിൽ ഒന്ന് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. കുല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും, സഹോദരനോട് കോപിക്കുന്നവനും ന്യായവിധിക്ക് യോഗ്യനാകും. നമുക്കറിയാം, ഈ കയീൻ ചെയ്ത ഈ പാപത്തിൻ്റെ മേൽ നടത്തപ്പെട്ട ന്യായവിധി എത്രയോ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്.
ഞാനത് ഓരോന്നും വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഓരോ വാചകങ്ങൾ പറഞ്ഞ് പോകാം. നിങ്ങളത് ഗൗരവമായിട്ട് ഉൾക്കൊള്ളണം കേട്ടോ. കാരണം കോപവും തുടർന്ന് ചെയ്യുന്ന പ്രവൃത്തിയും വരുത്തി വയ്ക്കുന്ന വിന നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പാപത്തിൻ്റെ ശിക്ഷയുടെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് ഏത് വില കൊടുത്തു വിജയം വരിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ നമ്പറിട്ട് ചില വാക്കുകളങ്ങ് പറയാം. എല്ലാം വായിക്കണ്ട എന്നും ഞാൻ വിചാരിക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 4:11 വാക്യത്തിൽ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതായ ഒരു ശക്തമായ പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ഈ രക്തത്തിൻ്റെ ശബ്ദം സ്വർഗത്തിലെത്തുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് എവിടെ എത്തിക്കാണും അത്? ഈ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ തന്നെ കയീനെ അത് വല്ലാതെ അലോസരപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗുരുതരമായ പാപം അതിൻ്റേതായ വേദന, കുറ്റബോധം അവനെ എത്രയോ ഗൗരവതരമായ നിലയിൽ പിന്തുടരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ സഹോദരനോട് ഗൗരവമായൊരു കോപം ഉള്ളിലുണ്ടായാൽ തന്നെ നല്ല മനസാക്ഷിയുള്ള ആളുകൾക്ക് അതിൻ്റെ കുറ്റബോധം വേട്ടയാടപ്പെടാൻ ഇടയായിട്ട് തീരും. ചില പാപങ്ങളൊക്കെ ആന്തരികമാണെങ്കിലും അതങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പൗലോസ് പറയുന്നൊരു വാക്കെടുത്ത് പറയാറുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. കാരണം നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത പാപത്തിൻ്റെ ചിന്തകൾ ഒക്കെ നമ്മിൽ വരാനിടയായിട്ട് തീരുമ്പോൾ നാം എത്രയോ അരിഷ്ട മനുഷ്യരാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് അവിടെ വിജയം വരിക്കാവുന്നതിൻ്റെ ആദ്യപടിയായിരിക്കും. 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ്റെ രക്തം ഏറ്റുവാങ്ങാൻ വായി തുറന്ന ദേശം വിട്ട് നീ ശാപഗ്രസ്തനായി തീരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പ്രവൃത്തിക്ക് എന്തെല്ലാം ദോഷങ്ങളാണുള്ളത് എന്ന് നമ്മൾ കാണുകയാണ്. 3-ാമത്, നീ കൃഷി ചെയ്യുമ്പോൾ നിലം തൻ്റെ വീര്യം തരികയില്ല. അപ്പോൾ ഇവൻ ചെയ്ത പാപം അതിൽ തന്നെ എത്രയോ ഭയങ്കരമാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. 4, നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. 12-ാമത്തെ വാക്യം. അതൊക്കെ വിശദീകരിക്കാവുന്നതാണ്, പക്ഷെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ കുറ്റബോധം അവനെ ഭരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആഴമേറിയ കുറ്റബോധം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവൻ പറയുന്നത്, ആരെങ്കിലും തന്നെ കണ്ടാൽ കൊല്ലും എന്നുള്ളതായ മരണഭയം അവനെ ഭരിക്കുകയാണ്. ഇത് നിങ്ങൾ ശാന്തമായി വേണമെങ്കിൽ ചിന്തിച്ച് ഒരു നോട്ട് തയ്യാറാക്കിയാൽ മതി. ഞാനൊരു സൂചന പറയുന്നു എന്നേ ഉള്ളൂ. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വല്ലാത്ത ഭയം അവനെ ഭരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമ്മുടെ സാമാന്യമായ അറിവിൽ ഇവനെ കൊല്ലാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? നമ്മുടെ സാമാന്യമായ അറിവിൽ അതിനുള്ള സാധ്യത ഇല്ല. പക്ഷേ ഇവന് വല്ലാത്ത ഭയമാണ്. അവന് മരണഭയമാണ്. ഇവിടെ ഒരു വലിയ പാഠമുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത അരക്ഷിതബോധം ഉണ്ടാകും. അവർക്ക് വല്ലാത്ത മരണഭയം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അവരാവോളം സുരക്ഷിതരായിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ചില രാജ്യത്തിൻ്റെ ഭരണാധികാരികളുമൊക്കെ
എവിടെ ഇരിക്കണേന്ന് ആർക്കും അറിയാൻ പാടില്ല. കാരണം അവർ ഒത്തിരി പേർക്ക് ജീവഹാനി വരുത്തിയിട്ടുള്ളവരായ ആളുകളാണ്. അപ്പോൾ അവർ കൊല്ലപ്പെടാതിരിക്കാനായിട്ട് പരമാവധി സുരക്ഷിതമായ സ്ഥാനത്ത് അഭയം തേടിയിരിക്കുന്ന ആളുകളെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം കാണുന്നുണ്ട്. അവരെയും കണ്ടെത്തുന്നതായ പുതിയ തന്ത്രങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏത് പാപവും ആഴമേറിയ കുറ്റബോധത്തിലേക്ക് നയിക്കാൻ ഇടയായിട്ട് തീരും. ഈ പ്രവൃത്തിയിലേക്ക് നമ്മളാരും എത്തുകയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ കർത്താവ് ഹൃദയത്തിൽ വരുന്ന, സഹോദരന് നേരെ വരുന്ന കോപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ കോപത്തിൽ നമ്മൾ പാപം ചെയ്യാൻ ഇടയായിട്ട് തീരുന്നത് അതിൽ തന്നെ എത്രയോ ഗൗരവതരമായ ഒന്നാണ്. നാം എത്ര അസ്വസ്ഥരായിട്ട് തീരാൻ അത് കാരണമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ആദ്യ കൊലപാതകത്തിൻ്റെ ചരിത്രം ദൈവാത്മാവ് വിശദീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നൽകിയ ഉപദേശത്തിൻ്റെ എല്ലാ സത്യങ്ങളും ഉൾക്കൊള്ളത്തക്കവണ്ണം അത് മുഖാന്തരമായിരുന്നു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പാപത്തിൻ്റെ ഗൗരവം മനസ്സിലായാൽ അത് എവിടെ പ്രതിഫലിക്കണം? 4-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് പാപം ചെയ്യാതെ വിശുദ്ധിയോട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാനിപ്പോൾ ഈ പാപം ചെയ്യാതെ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ പാപം ചെയ്യാതെ, പാപത്തിലേക്ക് നീങ്ങാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ച് ജയാളികളായിട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ വലിയ സത്യം പഠിപ്പിക്കുന്നത്, നാം ശരാശരിക്ക് മുകളിൽ ഇവിടെയൊക്കെ ജയാളികളായിട്ട് ജീവിക്കുന്ന ഭക്തന്മാരായിട്ട് ഈ തലമുറയിൽ ജീവിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. 22-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ വാചകത്തിൽ ഹൃദയത്തിലുള്ള പാപത്തിൻ്റെ ഗൗരവം വെളിപ്പെടുത്തുന്നെങ്കിൽ, അടുത്ത വാചകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പാപം വാക്കുകളിൽ വരുന്നതിൻ്റെ ഗൗരവമാണ് വ്യക്തമാക്കുന്നത്. അത് ഞാൻ ഒത്തിരി സവിസ്തരം വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. 22-ാമത്തെ വാക്യത്തിൽ ഹൃദയത്തിൽ കോപം വരുന്നതിൻ്റെ ഗൗരവം നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിട്ട്, ഹൃദയത്തിൽ വരുന്ന പാപം അവിടെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ജയാളികളായിട്ട് തീരുന്നില്ലെങ്കിൽ പിന്നെ എവിടെ വരും? പ്രവൃത്തിയിൽ വരും. പ്രവൃത്തിയിൽ വരുന്നതിന് മുമ്പ് എവിടെ വരും? വാക്കുകളിൽ അത് വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. വാക്കുകളിൽ വെളിപ്പെടുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഇത് ഹൃദയത്തിൽ നിന്നേ മാറ്റിക്കളയാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത് നമുക്കതിൻ്റെ തുടക്കത്തിലേ അതിനെ നീക്കിക്കളയാനായിട്ട് സാധിക്കണം. മുളയിലേ നുള്ളുക എന്നൊക്കെ പറയുമല്ലോ നാട്ടിൽ. അപ്പോൾ നമുക്ക് പാപത്തെ അതിൻ്റെ തുടക്കത്തിലേ കണ്ടെത്തി നീക്കിക്കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ 2-ാം ഭാഗത്ത് വാക്കുകളിൽ അത് വരുന്നതിൻ്റെ വ്യക്തമായ ചില സൂചനകൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞ 1-2 വാക്കുകളൊന്ന് എടുത്ത് പറയുകയാണ്. ഹൃദയം നിറഞ്ഞ്
കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനപ്പാഠം പഠിച്ചിട്ടുള്ള വാക്യമായതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു പോവുകയാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിലാണ് നാം അത് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ഹൃദയത്തെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ഈ പ്രസംഗത്തിൽ തന്നെ ഒരു വാചകം ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് ഓർത്തല്ലോ. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിച്ചാൽ വാക്കിലേക്ക് പാപം വരാതിരിക്കത്തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഈ പറയാൻ പോകുന്നവർ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് ഓർപ്പിച്ച് ഉണർത്തണം. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി. മത്തായി 12:35 വായിച്ചോ. 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ പറയുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ഈ നിക്ഷേപം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പണത്തിൻ്റെ കാര്യമാണ്. കാരണം അതിനാണ് നമ്മൾ ആ വാക്ക് അധികവും ഉപയോഗിക്കുന്നത്. ഇവിടെ പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നല്ല നിക്ഷേപം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള നല്ല നിക്ഷേപമാണ്. അപ്പം ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ നല്ല നിക്ഷേപമാണ് നമ്മൾ സൂക്ഷിച്ച് വച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ വാ തുറന്നാൽ ആ നിക്ഷേപത്തിനുള്ളത് വായിലൂടെ വരാനിടയായിട്ട് തീരും. ഹൃദയത്തിൽ നമ്മൾ വേണ്ടാത്ത കയ്പും കോപവും ക്രോധവുമൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ വാ തുറക്കുമ്പോൾ അത് സ്വാഭാവികമായി പുറത്ത് ചാടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഇവിടെ നമുക്ക് ജയാളികളായിട്ട് തീരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നല്ല നിക്ഷേപം സ്വരൂപിക്കുവാനായിട്ട് സാധിക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ ഞാൻ 2-3 റെഫറൻസ് പറയുകയാണ്. അപ്പോൾ അവിടെ സൂക്ഷിക്കേണ്ട നല്ല നിക്ഷേപം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. 119-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, ആവർത്തനം 6-ാമത്തെ വാക്യം, 11-18 മുതൽ 11 വരെ 6-18-19 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഒന്ന് എഴുതിയിട്ടുള്ളൂ. ഈ വാക്യങ്ങളിലെല്ലാം ഈ ആവർത്തനം 6-ന്റെ 6-18 ഒക്കെ 11-ന്റെ 18 ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനഃപ്പാഠം പഠിച്ചതാണ്. അപ്പം 119-ന്റെ 11, ആവർത്തനം 6-ന്റെ 6, 11-ന്റെ 18-ഉം 19-ഉം. 18ഒക്കെ നമ്മുടെ മനഃപ്പാഠവാക്യമായിരുന്നു. ഒന്ന് വായിച്ചു പോകണം. അതൊന്ന് വായിച്ചു തന്ന ആവർത്തനം 11-ന്റെ 18-ഉം 19-ഉം. അടുത്ത വാക്യം അപ്പോൾ അവിടെ നമ്മൾ മനഃപ്പാഠം പഠിച്ച വാക്യം ചില മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എന്തു വ്യക്തമായിട്ടാണ് പറയുന്നത്? ഈ വചനം നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. 6-ന്റെ 6 അത് അങ്ങനെയല്ലേ പറയുന്നത്? ഹൃദയത്തിലിരിക്കണം. ഒരുപോലെയുള്ള 2 വാക്യങ്ങൾ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ചിരിക്കുക. അതിൻ്റെ പ്രാധാന്യം നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കാവുന്ന നല്ല നിക്ഷേപം എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. ജീവനും ചൈതന്യമുള്ള ഈ വചനം
നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ചെടുത്ത് 119 പറയുന്നത്, അങ്ങനെ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചാൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്, പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കാം. ആവർത്തനം 6:6 11:18 ഒക്കെ പറയുന്നത്, ഇത് നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് സംഗ്രഹിക്കാനായിട്ട് സാധിച്ചാൽ ഈ വചനം നിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, ഇതൊക്കെ പ്രായോഗികമായി സാധിക്കണമെങ്കിൽ മാതാപിതാക്കളും മക്കളും ആവുന്നിടത്തോളം ഒരുമിച്ച് താമസിക്കണം. ഇത് താമസിക്കുന്നിടത്ത് ഇത് വർക്കൗട്ട് ചെയ്യുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് താമസിച്ചാൽ മാത്രം പോരാ, പിന്നെയോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രബോധന വാക്കുകൾ അതുപോലെ പ്രായോഗികമാക്കാനായിട്ട് കഴിയണം. ഞാൻ എത്രയോ വട്ടം ഈ സഭയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ആ വാക്യത്തിലാണ് രാവിലെയും വൈകിട്ടും കുടുംബമായി ദൈവസന്നിധിയിൽ ഇരിക്കണം, വചനം വായിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതായ കാര്യത്തിൻ്റെ വളരെ ശക്തമായ സൂചന നമുക്ക് ലഭിക്കുന്നത്. കാരണം അറ്റ് യുവർ ബെഡ് ടൈം ആൻഡ് ദ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പും എഴുന്നേറ്റാൽ ആദ്യവും കുടുംബമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അത് പറഞ്ഞു കൊടുക്കാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമുക്ക് ഈ വ്യവസ്ഥകളെ ഏറ്റവും കൃത്യമായി സൂക്ഷിക്കുവാനും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഇത് വിശ്വസ്തമായി കൈമാറിക്കൊടുക്കാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം നമ്മൾ അലക്ഷ്യമാക്കുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ വിലയേറിയ നിക്ഷേപം കൊണ്ട് ഹൃദയം നിറയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇനി നമുക്ക് പരിചയമുള്ള മറ്റ് 2 വാക്യം കൂടി ഒന്ന് വായിച്ചു പോവുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരവയവം സൂക്ഷിക്കേണ്ടതിൻ്റെ ശക്തമായ മുന്നറിയിപ്പ് ദൈവാത്മാവ് നമുക്ക് നൽകുകയാണ്. വായിച്ചാൽ മതി, വിശദീകരണം ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് വ്യക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. വായിക്കാം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്തിൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യും. എന്ത് വിശദമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാം വിശദീകരണം ഈ ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതിൻ്റെ വിശദീകരണം നമ്മൾ താഴോട്ട് വായിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ പറയുകയാണ്, നമ്മളതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ളതായ കാര്യം പ്രത്യേകിച്ചിവിടെ എടുത്ത് പറയുകയാണ്. ഞാൻ എന്തിനെത്രയും വിശദീകരണം പറഞ്ഞെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഈ കോപത്തിൻ്റെ ഗൗരവം പറഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തിൽ പിന്നെ പറയുന്ന 2 വാചകങ്ങൾ നാം നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന പാപമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയാണ് അത് ഓർപ്പിച്ചത്. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കോപത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ നിയന്ത്രിച്ച് ജയാളിയാകാനായിട്ട് സാധിച്ചാൽ ഈ പാപം
നമ്മുടെ അധരങ്ങൾ കൊണ്ട് ചെയ്യാതിരിക്കത്തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഒരു വാക്ക് തെറ്റിപ്പോകുന്നതിനാൽ എന്തെല്ലാം ദോഷങ്ങൾ വരാം. ഞാൻ ഈ വാക്കുകൾ സമഗ്രമായിട്ട് വിശദീകരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയാണ്. ഒരു വാക്ക് തെറ്റിപ്പോയതുകൊണ്ട് എത്രയോ അധികാരികൾക്ക് അധികാരം നഷ്ടപ്പെട്ടതായ ചരിത്രം നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ഉണ്ടാകാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. പിന്നെ അത് ന്യായാധിപ സഭയിലൊക്കെ പോയി കോടതിയിലെ വിധിയൊക്കെ കഴിഞ്ഞപ്പോൾ ചിലർ അതിൽ നിന്ന് മടങ്ങി വരാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനൊരു മുന്നറിയിപ്പ് ഇവിടെ പറയുകയാണ്. നമ്മുടെ വാക്കുകൾ നമ്മൾ എത്രയോ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ്. അവിടെ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് നാം കുറ്റവാളികളായി തീരുന്നതിന് കാരണമായിട്ട് തീരുമെന്നുള്ളത് വളരെ ഗൗരവമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ മുന്നറിയിപ്പ് നൽകുക. യാക്കോബ് ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരാൾ തൻ്റെ നാവിന് കടിഞ്ഞാണ്ടാൽ തൻ ഭക്തനെ നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മേഖലയിൽ ജയാളികളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അവിടുത്തെ വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇവിടെ ഒറ്റ വായനയിൽ ചില സംശയങ്ങൾ ഉണ്ടാകാവുന്നതാണ്. നമുക്ക് അങ്ങനെ സംശയം ഉണ്ടാകാൻ ഇടയുമില്ല. കാരണം നമുക്ക് ദൈവം തന്നിട്ടുള്ള രക്ഷ, നിത്യ നരകത്തിൽ നിന്ന് തന്നിട്ടുള്ള രക്ഷ ഭദ്രമാണ് എന്നുള്ളതായ സത്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നവരാണ്. എന്നാൽ അതിൻ്റെ ഒരു അർത്ഥം ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാനൊന്ന് എടുത്തു പറയട്ടെ. സഹോദരൻ ആരാണ്? അഗ്നി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. അഗ്നി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീരുമാനമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. അതുകൊണ്ട് ഞാനൊരു വാക്ക് സുവിശേഷയോടെ ഓർപ്പിക്കുക. ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് നിത്യമായ നരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. അതുകൊണ്ട് ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ ആരെങ്കിലും ആ വിടുതൽ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സാധിക്കേണ്ടത് അതാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം, സഹോദരൻ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചയാളാണ്. അതുകൊണ്ട് ആ സഹോദരനോട് സംസാരിക്കുമ്പോൾ എത്രയോ സൂക്ഷ്മതയോടെ, എത്ര ബഹുമാനത്തോടെ സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. റോമലേഖനം 12-ാം അധ്യായത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളു. അതുകൊണ്ട് ഒരു സഹോദരനെ ബഹുമാനിച്ച് സംസാരിക്കാനായിട്ട് അവൻ്റെ വചനപാണ്ഡിത്യമോ അവൻ്റെ പ്രസംഗപാഠമോ ഇതൊന്നും വേണ്ട. പിന്നെയോ അവൻ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്നുള്ള ഒരേ ഒരു കാരണം മതി അവനെ ബഹുമാനിക്കേണ്ടതിന്. ഈ അടിസ്ഥാനപരമായ സ്ഥാനത്ത് നമ്മൾ ശരിയായാൽ സഹോദരനുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ വളരെ ക്രമപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച പ്രായോഗിക തലത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. 2-ാമത്തെ വാചകത്തിൽ പറയുന്നത്, അങ്ങനെ ഒരാളെ മൂഢൻ എന്ന് വിളിക്കുന്നത് എത്രയോ ഗുരുതരമായ കാര്യമാണ്. ആരാണ് മൂഢനെന്ന് 51-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിലുണ്ട്. ആരാണ്? ദൈവം ഇല്ല എന്ന് പറയുന്ന, അത് ഹൃദയത്തിൽ പറയുന്നവനാണ് മൂഢൻ. അപ്പോൾ ഒരു ദൈവ പൈതലിനെ അങ്ങനെ ഒരാൾ വിളിക്കുക എന്ന് വരുന്നത് അവന് വേണ്ടി വില കൊടുത്തവനെ എത്രയധികം വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഈ വചന ശുശ്രൂഷയുടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഭാഗത്ത് കഴിഞ്ഞ നാളുകളിൽ
കോപം വന്നിട്ടുള്ളത് നാം മാത്രമേ അറിഞ്ഞിട്ടുള്ളായിരിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ആ കോപത്തിൽ നിയന്ത്രിക്കപ്പെട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സംസാരിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചത് പക്ഷേ അതിൽ ബന്ധപ്പെട്ട സഹോദരൻ കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് അങ്ങനെ പറയുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെല്ലാം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ ആ കണക്കിൽ നിന്ന് എഴുതിയിരിക്കുന്നത് മാറ്റാനായിട്ട് ഒരു ഔഷധമുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ തിരുവഴുത്തിലൂടെ കടന്നു പോയതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നീക്കിക്കളഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ സഹോദരനോട് ഈ വിരോധമായി സംസാരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഇന്ന് രാത്രിയിൽ അവസാനിപ്പിച്ച് ഈ ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും അത് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, അത് എത്രയോ വലിയ വിജയമായിരിക്കും. നമ്മുടെ ഗുരുനാഥൻ അത് കണ്ട് എത്രയധികം സന്തോഷിക്കും. നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ് ഈ പ്രസംഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് നമുക്ക് ഇന്ന് പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് സാധിക്കുന്നത് പ്രസംഗം പറഞ്ഞ് നമ്മുടെ കർത്താവിനെ എത്രയധികം സന്തോഷിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. ഈ മേഖലയിൽ നമുക്ക് ജയാളികളായിട്ട് തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത 2 വാക്കുകൾ പറഞ്ഞൊരു ഹെഡിങ്ങായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനി കർത്താവ് 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നതിൽ 2 വാക്കിൽ അതിനെ സംക്ഷേപിക്കാം. അത് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് നിർത്തട്ടെ. നിരന്നുകൊള്ളുക, ഇണങ്ങിക്കൊള്ളുക. അപ്പോൾ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഈ വലിയ സന്ദേശം കൈമാറുകയാണ്. അപ്പോൾ ഈ ഹോളിൽ നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ 2 വാക്കുകൾ മനസ്സിൽ സംഗ്രഹിച്ചിറങ്ങാം. നിരന്നുകൊള്ളുക, ഇണങ്ങിക്കൊള്ളുക. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് ആരോടൊക്കെ നിരക്കണമോ, ആരോടൊക്കെ ഇണങ്ങാൻ ആവശ്യമുണ്ടോ, അതെല്ലാം നിർവഹിച്ച് നമുക്ക് അടുത്ത സഭായോഗത്തിൽ വരാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രസംഗം ഈ തലമുറയിൽ വിജയകരമായി പ്രായോഗികമാക്കി ജയാളികളായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.